സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. നൗഷാദ് ഏതായാലും ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദാണ്. നൗഷാദിന്റെ ഷെയ്ഖ് ഇബ്ലീസ് ആണ്. ഇവരെ ത്വരീഖത്ത് ഇബ്ലീസ് ത്വരീഖത്താണ് എന്നുള്ളത് കൊണ്ട് നൗഷാദ് പറഞ്ഞത് കളവാകാനേ സാധ്യത ഉള്ളൂ. ഏതായിരുന്നാലും ഇവൻ പറഞ്ഞതിനെ കളവാക്കിക്കൊണ്ട് സാക്ഷാൽ CH മുസ്തഫ മൗലവി പറയട്ടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹ്യൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പൊ അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. ഇതിപ്പോ ആര് പറഞ്ഞതാ സത്യം, ആര് പറഞ്ഞതാ കളവ് എന്നുള്ള ബൽ രണ്ടാളും തന്നെ തീരുമാനിക്കട്ടെ. കാരണം രണ്ടും ഇബ്ലീസിന്റെ ആൾക്കാരാണ്. ഒന്ന് ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുരീദാണ്, മറ്റൊന്ന് ചേകന്നൂരി സൈറ്റ് നടക്കുന്ന ആളാണ്. ആര് പറഞ്ഞ സത്യം ബല് തീരുമാനിക്കട്ടെ. ഇവൻ പറയണെന്ത്, ഞാൻ ഇന്ന കുറെ കാലമായി അയാൾ അവർക്ക് വിളിക്കണ്, ഞാൻ 5-6 മാസം മുന്നേ പോകേണ്ട ആളേനി, പക്ഷെ എനിക്കിപ്പോഴാ പോക ഒഴിവിട്ട്, ഇന്നലെ അദ്ദേഹത്തിന്റെ ശിഷ്യനെ വിളിച്ചു, പോകല്ലേ എന്ന് ചോദിച്ചു, അങ്ങനെ പോയതാണെന്ന് ഇയാള്. നൗഷാദ് പറഞ്ഞു, ഇയാൾ വിളിച്ചു കാണ്ട് ഞാൻ നിങ്ങളെ ഷെയ്ഖായി അംഗീകരിക്കാൻ തയ്യാറാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ട് വിളിച്ചതാണെന്ന് നൗഷാദ്. ഞങ്ങൾ ഇപ്പൊ ആര് പറഞ്ഞതാ വിശ്വസിക്കേണ്ടത്? ഈ ചേകനൂർ ബാധിച്ച് ഇപ്പം പറഞ്ഞത് വിശ്വസിക്കണോ, അല്ല ഇബ്ലീസിന്റെ ത്വരീഖത്തുകാരനായ അന്നെ വിശ്വസിക്കണോ? ആരപ്പം ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? ഈ പടം വന്നിട്ട് എന്താ സംഭവിച്ചതെന്നല്ലേ അത് നൗഷാദ് പറയട്ടെ, എന്നിട്ട് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക്. തങ്ങൾ അവിടെ കൃത്യമായി മജ്ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖും, ഞങ്ങളെല്ലാരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയണ കുറ്റണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കാണിക്കണം എന്നുമായി തങ്ങൾ. എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്ലിസിലിരിക്കണം. ഇതൊന്ന് കേട്ടൊക്കെയാണ് നിങ്ങള് തലകെട്ടും കെട്ടിക്കാണ്ട് പാച്ച നോണ വിളിച്ചു പറയണ്. ഇവ ഒക്കെ അംഗീകരിച്ചത്രേ, അംഗീകരിച്ചു എന്നുള്ള തെളിയിക്കണം. എങ്ങനെ? ഷാദുലി റാത്തീബിൽ പങ്കെടുക്കണം. ഇനി നമ്മൾ CH മുസ്തഫാണ് ചോദിച്ചു നോക്കുക, ഇജ് ഇത്ര കാലം വരെ പ്രസംഗിച്ചതൊക്കെ അവിടെ പോയി തിരുത്താൻ വേണ്ടി തയ്യാറായണോ എന്ന് നമ്മൾ CH മുസ്തഫാണ് ചോദിച്ചു നോക്കുക. CH മുസ്തഫ, ഇജ് ഖുർആൻ അകമ്പൊരുൾ എന്ന് പറഞ്ഞാണ്ട് ഇത്ര കാലം വരെ ഇജ് പലതും ഇവിടെ പ്രസംഗിച്ചാണ് നീനല്ലോ, അതൊക്കെ ഇജ് ഇന്നലെ മടവൂർ കോട്ടയിൽ പോയാണ്ട് തിരുത്താൻ തയ്യാറായണോ മുസ്തഫ? ഇജൊന്ന് പറഞ്ഞ. അകമ്പൊരുൾ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യഹ്യൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി അല്ല മുസ്തഫ അപ്പജി തിരുത്തിയിട്ടൊന്നുമില്ലേ? അന്റെ പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങൾ ഇജി ഖുർആനെതിരെ, ഖുർആൻ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെതിരെ പ്രസംഗിക്കുന്നതൊക്കെ തങ്ങൾ സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടി ഉപദേശിക്കലുണ്ടെന്നോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ സർവ്വമത സത്യവാദത്തിലേക്കാണോ നിങ്ങളെ പോക്ക് മുഴുവനും? മടവൂർ കോട്ടന്റെയും ഈ VH മുസ്തഫാന്റെയും എല്ലാവരും പോക്കിപ്പോ അങ്ങോട്ടാണോ? ഏതായാലും ഇജ് തോബ ചെയ്ത് മടങ്ങിയാണപ്പോ, തോബ ചെയ്യാനൊപ്പാണ് അങ്ങോട്ട് പോയത് ഇജൊന്ന് പറഞ്ഞ സമൂഹത്തോട്. ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അതാ, അപ്പൊ അതും സ്വാഹ, തോബയും സ്വാഹ. എന്റെ കാട്ടുവളപ്പിൽ നൗഷാദ്, ഇജ് ആ മംഗലാപുരത്ത് പോയാണ്ട് തലകെട്ടും കെട്ടി നോണ പറഞ്ഞത് മുഴുവൻ ഇപ്പൊ CH മുസ്തഫ ആകെ പൊളിച്ച് കൈ തന്നല്ലോ. ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. CH മുസ്തഫ എന്നെ പറയാണ്, ഇജ്ജ് പറഞ്ഞ നോണയാണ്, ഞാൻ തോബ ചെയ്യാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ അകമ്പൊരുളെന്നും പറഞ്ഞുകാണ്ട് ഇവിടെ ഈ വക്രീകരിച്ച് ഈ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എന്റെ ബോധ്യങ്ങളാണ്. അത് എന്ന് മാത്രല്ല, ഈ സർവമത സത്യവാദം വിളിച്ചു പറയുന്ന
ബഹുമാനപ്പെട്ട സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തിനെ മുഴുവനും തള്ളിപ്പറയുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ഇന്നേ വരെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ച് മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും അതൊക്കെ പാള കിതാബുകളാക്കിയിട്ട് വലിച്ചെറിഞ്ഞ രണ്ടാം ചേകനൂരായി കടന്നു വന്ന മുസ്തഫ ഖബറിലെ ശിക്ഷയും അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ചുള്ള മറ്റുള്ള വിശ്വാസങ്ങളും ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ള വിശ്വാസങ്ങളും അത് മുഴുവനും അന്ധവിശ്വാസങ്ങളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CH മുസ്തഫ, അതായത് യഥാർത്ഥ ചേകനൂരിന്റെ രണ്ടാമത്തെ അനുയായി കടന്നു വന്ന ഈ മുസ്തഫയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ യഹ്യൽ ബുഖാരി തങ്ങൾ അനുയായികളെ കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് CH മുസ്തഫയ പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഇത് മറുപടി പറയേണ്ടത് കുരുവട്ടൂരികളാണ്. സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയണം. നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ മുമ്പ് ചില സൂഫികൾ നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നല്ലോ, സർവമത സത്യവുമായി കടന്നു വന്ന ചില സൂഫികൾ, അവരും ഈ CH മുസ്തഫയും അതുപോലെ നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്ന മറ്റു ചിലരും എല്ലാവരും കൂടിയിട്ട് സർവമത സത്യവാദവും അതുപോലെ തന്നെ ചേകനൂരിസത്തിന്റെ ആശയങ്ങളും അതുപോലെ ഷിയ വിശ്വാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങളാണ് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടത് കുരുവട്ടൂരിലെ ഇബ്ലീസിന്റെ അനുയായികളാകുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാർ, അതിന്റെ ഇബ്ലീസിന്റെ കോളാമ്പിയായ നൗഷാദും ടീമുമാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് സമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. കുരുവട്ടൂരികൾ ഇതിന് മറുപടി പറയൽ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.